സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ട് പുതിയ AI ടൂളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നതല്ലേ. ഒന്ന് വിവരങ്ങൾ കൃത്യമായി അറിയാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റം. അതെ. പിന്നെ മറ്റൊന്ന് വീഡിയോ എഡിറ്റിംഗിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒന്നും. ശരിയാണ്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കിയാലോ? തീർച്ചയായും. ഈ സാധാരണ AI മോഡലുകളുണ്ടല്ലോ, അവരെ ഇന്റർനെറ്റിൽ പരതിയിട്ട് ആദ്യം കാണുന്ന ഉത്തരം അങ്ങ് തരും. പക്ഷേ ഈ ഗൂഗിളിന്റെ AI ഏജന്റ് അങ്ങനെയല്ല എന്നാണല്ലോ പറഞ്ഞത്. അതെങ്ങനെ വ്യത്യസ്തമാവുന്നത്? അതിൽ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തന രീതിയാണ്. ഒരു ചോദ്യം കിട്ടിയാൽ നേരെ ഉത്തരം തരുന്നതിനു പകരം അത് പല ഘട്ടങ്ങളായിട്ട് ആ വിവരങ്ങൾ പരിശോധിക്കും, ഉറപ്പുവരുത്തും. പല ഘട്ടങ്ങളായോ? അതെ. ഇതിനുവേണ്ടി ജെമിനി 1.5 പോലെയുള്ള വലിയ മോഡലുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലാംഗ്രാഫ് എന്നൊരു ടെക്നോളജി. അതായത് ഒരു വലിയ ചോദ്യത്തെ ചെറിയ ചെറിയ ഗവേഷണ ടാസ്കുകളായിട്ട് മാറ്റും. ഓഹോ. എന്നിട്ട് ഓരോന്നിനും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. ശരിയായ ഉത്തരം കിട്ടിയോ, അതിന്റെ സോഴ്സ്, അതായത് ഉറവിടം കിട്ടിയോ എന്നൊക്കെ നോക്കും. എല്ലാം ശരിയാണെന്ന് ഉറപ്പായാൽ മാത്രം ലിങ്കുകളൊക്കെ വച്ചിട്ട് ഒരു റിസർച്ച് റിപ്പോർട്ട് പോലെ നമുക്ക് ഉത്തരം തരും. അതായത് വെറുതെ ഒരു ഉത്തരം തരില്ല. ഇല്ല, വിശ്വാസ്യതയാണ് പ്രധാനം. കൊള്ളാം. ഇത് സാധാരണ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? എളുപ്പമാണോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പർമാർ ഉദ്ദേശിച്ചുള്ളതാണ്. നോഡ്, പൈത്തൺ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലാണ് ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റുക. ഒരു API കീ ഒക്കെ വേണം. API കീ പ്രോഗ്രാമുകൾക്ക് സംസാരിക്കാനുള്ള ഒരു താക്കോല് പോലെയല്ലേ? അതെ, അത് തന്നെ. പക്ഷെ ഒരു പ്രധാന കാര്യം, ഇത് അപ്പാച്ചെ 2.0 ലൈസൻസിലാണ് വരുന്നത്. ഓക്കെ. അതിന്റെ ഗുണം? അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ആർക്കും ഇത് സൗജന്യമായി ഉപയോഗിക്കാം, മാറ്റങ്ങൾ വരുത്താം, ഇതിനെ ബേസ് ചെയ്ത് പുതിയ ടൂളുകൾ ഉണ്ടാക്കാം. ഓപ്പൺ സോഴ്സ് ആണ്. ലൂമ AIയുടെ മോഡിഫൈ വീഡിയോ എന്താണത് ചെയ്യുന്നത്? അതെ, അത് വീഡിയോ എഡിറ്റിംഗിലെ ഒരു വലിയ മാറ്റമാണ്. നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് വെക്കുക. അതിലെ ആളുകളുടെ ചലനം, മുഖഭാവം, ക്യാമറയുടെ ആംഗിൾ ഇതൊന്നും മാറ്റാതെ തന്നെ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, അതിലെ വസ്തുക്കൾ മാറ്റാം, ലൈറ്റിംഗ് മാറ്റാം. എന്തിന്? വസ്ത്രത്തിന്റെ നിറം വരെ മാറ്റാൻ ഈ മോഡിഫൈ വീഡിയോ സഹായിക്കും. ശരിക്കും? അത് ഗ്രീൻ സ്ക്രീൻ ഒന്നും വേണ്ടേ? സാധാരണ അങ്ങനെയല്ലേ ചെയ്യാറ്? വേണ്ട. അതാണ് ഇതിലെ പ്രധാന കാര്യം. ഗ്രീൻ സ്ക്രീനിന്റെ ആവശ്യമില്ല. അത്ഭുതം തന്നെ. എങ്ങനെയാണ് ഈ AI അത് ചെയ്യുന്നത്? ഈ AI ഉണ്ടല്ലോ, അത് വീഡിയോയിലെ ഓരോ ഫ്രെയിമും നന്നായിട്ട് അനലൈസ് ചെയ്യും. ചലനങ്ങൾ, മുഖഭാവങ്ങൾ, പിന്നെ ലിപ്സിങ്ക്, ചുണ്ടുകളുടെ അനക്കം, ലിപ്സിങ്ക്, അതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് നിലനിർത്തണം, എന്ത് ആറ്റണം എന്നത് തീരുമാനിക്കും. നമുക്ക് വേണമെങ്കിൽ ചിത്രങ്ങൾ കൊടുക്കാം, എന്ത് മാറ്റം വേണമെന്ന്, അല്ലെങ്കിൽ ടെക്സ്റ്റായിട്ട് നിർദ്ദേശം കൊടുക്കാം. പ്രോംപ്റ്റ് എന്ന് പറയില്ലേ? പ്രോംപ്റ്റുകൾ. അതെ. പിന്നെ മാറ്റം എത്രത്തോളം വേണമെന്ന് നിയന്ത്രിക്കാനും ഓപ്ഷനുകളുണ്ട്. അഡിയർ, ചെറിയ മാറ്റങ്ങൾ. ഫ്ലെക്സ്, ഒരു ബാലൻസ്ഡ് മാറ്റം. പിന്നെ റീഇമാജിൻ, അതായത് മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ. ഓക്കെ, പല ലെവല് മാറ്റാം. അതെ. മറ്റ് ടൂളുകളെ വെച്ച് നോക്കുമ്പോൾ ഈ മുഖഭാവങ്ങളും ചലനങ്ങളുമൊക്കെ നിലനിർത്തുന്ന കാര്യത്തിൽ ഇത് കുറച്ചുകൂടി മികച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു ഗാരേജിൽ ഷൂട്ട് ചെയ്ത സീൻ ഒരു ബഹിരാകാശ സ്റ്റേഷനാക്കി മാറ്റാൻ പറ്റും. കൊള്ളാം. ഇത് സിനിമക്കാർക്കും പരസ്യക്കാർക്കുമൊക്കെ എന്തെല്ലാം സാധ്യതകളാണ് തുറക്കുന്നത്. ഒരൊറ്റ ഷോട്ട് വെച്ച് പല കാര്യങ്ങൾ ചെയ്യാലോ. അതെ, ക്രിയേറ്റീവായിട്ടുള്ളവർക്ക് ഇത് വലിയൊരു സാധ്യതയാണ് ശരിക്കും. അപ്പം നമ്മളിന്ന് സംസാരിച്ചത് ശരിക്കും പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത തരം AIകളെക്കുറിച്ചാണ്. ഒന്ന് സത്യം കണ്ടെത്താൻ സഹായിക്കുന്നു വിവരങ്ങളുടെ ലോകത്ത്. രണ്ട് യാഥാർത്ഥ്യത്തെ നമുക്കിഷ്ടമുള്ള പോലെ മാറ്റാൻ സഹായിക്കുന്നു ദൃശ്യങ്ങളുടെ ലോകത്ത്. ഈ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ അതിന്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ. അപ്പം നമ്മൾ കാണുന്നതും വിശ്വസിക്കുന്നതും തമ്മിലുള്ള ആ ഒരു അതിരുവരമ്പില്ലേ, അത് നേർത്തുവരികയാണോ? ശരിയാണ്. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും.